ഹായ് ഗൈസ്, ഞാനും നിസാമുക്കയും കൂടെ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. സ്കോർപ്പിയോയിൽ പുതിയൊരു സാധനം വന്ന്, അതെന്തായിരുന്നോ പറഞ്ഞോടത്തോ? പുതിയൊരു സാധനം വന്ന് വണ്ടി ഓടിക്കാണ്ട് തന്നെ വണ്ടി മൂവ് ചെയ്യുന്നത്. സ്വിച്ച് മാത്രം വെക്കാൻ മതി, വണ്ടി താനെ ഓടിക്കോളും. ഇത് കയറ്റ എത്ര രൂപ? 2000 രൂപ ഉണ്ടെങ്കിൽ, അതെ 2000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി വണ്ടി ഇങ്ങനെ ഓട്ടോ പൈലറ്റ് ആക്കാം അല്ലേ? ഒന്നും ചെയ്യേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ആക്ച്വലി നമ്മളതൊരു ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. ഏതാണ് ടോൾ ഫ്രീ നമ്പർ? ഇതാണ് ടോൾ ഫ്രീ നമ്പർ. ഈ വണ്ടിയില് ആക്ച്വലി നമ്മുടെ വണ്ടി ടോ ചെയ്ത് കൊണ്ടുപോവാണ്. എന്നാലും നമുക്ക് അതിന്റെ കാരണം ടോ ചെയ്യാനുള്ള കാരണം ചെറുതായിട്ടൊന്ന് ക്ലച്ച് പോയി. എങ്ങനെ ക്ലച്ച് ദൈവത്തിനറിയാം. കഴിഞ്ഞ ദിവസം കിട്ടില്ലേ, നല്ല പൊളിയായിരുന്നു സത്യം പറയാലോ. അത്യാവശ്യം ഞങ്ങള് ബീച്ചില് അങ്ങനെ കുറെ സ്ഥലങ്ങളിലൊക്കെ വണ്ടി കൊണ്ടിറക്കി കുറെ ഞങ്ങള് പരത്തിയ അഭ്യാസങ്ങള് കാണിച്ച്. അതെ, അത് ഞങ്ങള് സ്റ്റോറിയിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിരുന്നു. അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വെച്ചാ ക്ലച്ച് അടിച്ച് വണ്ടിയുടെ. ഇപ്പൊ ഞങ്ങൾ കറന്റ്ലി ഓട്ടോ പൈലറ്റ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയായിട്ട്. സത്യം ഇത് വെച്ചിട്ട് കൊള്ളാലേ. ആരും പക്ഷെ വണ്ടികളാണ്, വണ്ടിയാകുമ്പോ ക്ലച്ചും വണ്ടി ഇടിക്കും. പക്ഷെ എന്തായാലും നല്ല റിച്ച് ലക്ഷറി പോക്കാണ്. അതെ, എല്ലാരും എക്സ്പീരിയൻസ് ചെയ്യണം. അത്യാവശ്യം ആൾക്കാരൊക്കെ നോക്കും. ആൾക്കാരുടെ ഒക്കെ ഒരു ഇതില്ലേ, എന്താ പറയാ, ഇങ്ങനെ വണ്ടിയൊക്കെ പോകുമ്പോ നോക്കൂലേ, ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ അവരുടെ പ്രൈവസി ഇല്ലാത്തതുകൊണ്ട് അവനത് ഷൂട്ട് ചെയ്യാത്തത്. അതെ, എല്ലാരും കാണും. ഇപ്പൊ H2 ബൈക്സ് എല്ലായിടത്തും നാട്ടിൽ മൊത്തം ഇങ്ങനെ പരന്ന് നടക്കാണ്. നോക്കിയൂടാ, ഞങ്ങള് ടോജ് ലൈറ്റ് ഇട്ട് ക്യാബിന്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കാണിച്ചു കൊടുക്കാണ് ഞങ്ങളാണ്. അതെ, പുള്ളി നൈസ് മെമ്പറാണ്. ഇവരുടെ നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്. ഇവരെ വിളിച്ചോ, സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ട്. അതെ, റൈറ്റ് ടൈമിലെത്തി. 3/4 മണിക്കൂർ വൈകിയുള്ളു. പക്ഷെ എന്നാലും ഇതുപോലത്തെ സമയത്തൊക്കെ നമ്മളിങ്ങനെയൊക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ വലിയ കാര്യമാണ് അല്ലേ? അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം. നമ്മള് നേരെ കാർബണിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ ഗൈസ്, നമ്മുടെ വണ്ടി നമ്മളങ്ങനെ ടോ ചെയ്ത് ആസ് യൂഷ്വൽ നമ്മളെപ്പോഴും തന്നെ കാർബൺ ഓട്ടോമോട്ടീവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കാം, ഇതാണ് ഇവർ ആക്ച്വലി ഇവരുടെ നമ്പർ. ഇപ്പോൾ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാവരും. ഒട്ടുമില്ല. ബൊലേറോടെ നമുക്ക് ഓടിച്ചോണ്ട് വരാൻ പറ്റി, കുഴപ്പമില്ല. പക്ഷെ ഇത് ഉള്ളിലെ പോയി കഴിഞ്ഞാൽ രക്ഷയില്ല. ഒന്ന് അപ്പൊ ഒന്ന് തള്ളിയിട്ടല്ല, തള്ളി ഒതുക്കട്ടെ ഒതുക്കട്ടെ. എടാ ഒന്ന് തള്ളിയടാ, അത്തേക്ക് കാണാം. കയറിക്കോ. ഞാൻ ഒരു കൈ വെച്ചതള്ള ടയർമ തള്ളിക്കോ. ഞാൻ ഈ ഫ്രണ്ടിൽ തള്ളാം. ഞാൻ പറഞ്ഞു ടെയിൽ ലാമ്പിൽ തള്ളല്ലേട്ടാ, സൈഡിൽ തള്ളിക്കോ.
നമ്മുടെ ഗിരീഷേട്ടനൊക്കെ വന്നത് നമ്മുടെ ഭാഗ്യം. നമ്മുടെ പിള്ളേരെല്ലാവരും അഭ്യയൊക്കെ പറഞ്ഞിട്ടുണ്ട്, മുഖത്തൊക്കെ ലൈറ്റ് അടിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ടോ ചെയ്തുകൊണ്ടുവന്ന ചേട്ടന്മാരും നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ടതല്ല. അപ്പോൾ മൊത്തത്തിലൊരു ടീം വർക്കാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗിയർ സ്റ്റാർട്ട് എടുക്കണോ? ഒറ്റടിയിൽ പോരോ? ആ പോരുണ്ട്. ആ സൈഡ് ഓക്കെ അല്ലേ? ആ പോട്ടെ, നമ്മൾ കറക്റ്റായിട്ട് ഇതാണ്. ആ പോട്ടെ പോവും ഉറപ്പാണ്. ആ പോട്ടാണ്. ആ പോയി നമ്മൾ സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മുടെ വണ്ടി സമയം എത്രയെന്ന് അറിയുക? 10 മണി നേരത്തെ പോയി. അതുകൊണ്ട് കുഴപ്പമില്ല, അതിന് രാത്രി ഒന്നും ആയില്ല. അപ്പോൾ വണ്ടി ഓടും, പക്ഷേ ക്ലച്ച് ഇട്ട് ഗിയർ ഇട്ട് ഓടിക്കാൻ പറ്റില്ല. ആരെല്ലാം തള്ളാണെങ്കിൽ വണ്ടി നമുക്ക് ഓടിച്ചിട്ട് നടക്കുന്നതാണ്. അപ്പോൾ തള്ളാൻ വേണ്ടി ആൾക്കാരെ വിളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ രാത്രി വണ്ടി ഇട്ടിട്ട് പോവാണ്. ബാക്കി ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ വന്ന് നോക്കും. നമ്മളറിയാലോ കാർബൺ ഓട്ടോമോട്ടീവിൽ നമ്മുടെ വണ്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പണിത് നമ്മൾ വണ്ടി ഇറക്കാൻ വേണ്ടി പോവാണ്. അല്ലേ സൗക? ഓക്കെ. അപ്പോൾ ശരി ഗൈസ്, തിരുമ്പി വന്നിട്ടെന്ന് ചൊല്ലുമെന്ന് പറയേണ്ടി വരും ലാസ്റ്റ്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടിപ്പുറത്തെ ഷെയർ ബെൽ ബട്ടൺ നമ്മൾ തന്നെ വിളിച്ചത് നമ്മുടെ വീഡിയോസിൽ എനിക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അത് ഞങ്ങൾ ബാഗ് എടുത്തിട്ട് പോവാണ്. അപ്പോൾ ശരി ഗൈസ്, ഒരു ബൈ പറഞ്ഞു. ബൈ.